അങ്ങനെ ഗബ്രി വന്ന സമയത്ത് ജാസ്മിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കാര്യമാണ് ജാസ്മിന് പുറത്ത് വലിയ രീതിയിലുള്ളൊരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട് എന്ന് ഗബ്രി പറഞ്ഞിരുന്നു. ആ ഒരു സർപ്രൈസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ ട്രോൾ പേജസിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് ആ ഒരു ദിവസം മുമ്പ് കണ്ടൊരു കാര്യമാണ്. അതായത് നമ്മുടെ ജിത്തു ജോസഫ് അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓഡീഷന്റെ ഭാഗമായിട്ട് രണ്ടുപേരെ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും രണ്ടുപേരെ ഫിനാലേക്ക് അനൗൺസ് ചെയ്യും. അതുകൂടാതെ ബാക്കിയുള്ളവരെ മറ്റ് സിനിമകളിലേക്ക് പരിഗണിക്കും. ഇങ്ങനെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഒന്ന് ജാസ്മിൻ ആണ് എന്ന് ഞാനൊരു ട്രോൾ പേജിൽ കണ്ടിരുന്നു. മോഹൻലാല്, അതായത് നമ്മുടെ ലാലേട്ടനടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന ആന്റണി പെരുമ്പാവൂർ അതുപോലെ തന്നെ ജിത്തു ജോസഫ് ഇവരെല്ലാവരും ഇതിന്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള സിനിമയിലേക്കാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു പേര് കൂടിയിട്ട് ഞാൻ കണ്ടത്. അപ്പൊ എന്തായാലും അങ്ങനെ കണ്ടപ്പോൾ തന്നെ തോന്നി ഇതാണെന്ന്. അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മുടെ ഗബ്രിയും കൂടി വന്നിട്ട് ജാസ്മിനോട് പറഞ്ഞിരിക്കുകയാണ്, പുറത്ത് കാത്തിരിക്കുന്ന ഒരു വലിയ സർപ്രൈസ് ഉണ്ട് നിന്നെ കാത്തിട്ട്. അതായത് ജാസ്മിൻ അപ്പൊ സിനിമയിലേക്ക് അരങ്ങേറാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നിട്ട് ജാസ്മിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഓഡിഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, കിട്ടിയാൽ പോകുമോ, ഇഷ്ടമുണ്ടോ എന്നൊക്കെ. അപ്പൊ അത് വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു ജാസ്മിൻ പറഞ്ഞത്. അതായത് കിട്ടിയാൽ പോകും, അല്ലാതെ എനിക്ക് അതിന് വേണ്ടിയിട്ട് നിൽക്കണം അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ലാലേട്ടനോട് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പുറകിലും ഇനി വേറെ എന്തെങ്കിലും കളികൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. കാരണം പുറത്തുനിന്ന് എല്ലാം സെറ്റാക്കി വന്ന ശേഷം അകത്തൊരു ഓഡീഷൻ എന്നുള്ള രീതിയിൽ നടത്തിയിട്ട് അതിന്റെ ഒരു ഇതിൽ എടുക്കുന്നതാണോ എന്നൊന്നും അറിയില്ല. കാരണം എല്ലാം ജാസ്മിൻ ആണ് കിട്ടുന്നത്, ഇത് വഴി കിട്ടുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട.